മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ സുപരിചിതമായ പ്രവാചകനിൽ നിന്ന് അദ്ദേഹം കേട്ട ഒരു വചനം, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ ജീവിതത്തിലെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകും, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്ക് എന്താണ് സത്യത്തിൽ നമ്മൾക്ക് നൽകുന്നൊരു മെസ്സേജ് എന്താണ്? ഒരു വിശ്വാസിയുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണെങ്കിൽ അയാളുടെ പര്യാവസാനം അയാൾ നിലനിർത്തി ജീവിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തന്നെ അദ്ദേഹം മരണമടയും. പക്ഷെ അതിൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് പ്രധാനമാണ്, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ, തൗഹീദിൽ, ദീനിൽ ആയി മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം ഉണ്ടാവും. സഹോദരങ്ങൾ, അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരാളുടെ ജീവിതത്തിന്റെ തുടക്കവും മധ്യഭാഗവും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നതുകൊണ്ട് അയാളുടെ മരണരംഗത്ത് അല്ലെങ്കിൽ അയാളുടെ പര്യാവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തന്നെ ആകണം എന്ന് നിർബന്ധമല്ല. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ആദർശം തന്നെയാകും മരിക്കാൻ നേരത്ത് എന്ന് നിർബന്ധമില്ല. വളരെ സങ്കടകരമാണ് സത്യത്തിൽ ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള പല സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ. തൗഹീദി കുടുംബം, നമ്മൾ പങ്കെടുത്ത ചില രംഗങ്ങൾ ഓർമ്മയാണ്. തൗഹീദി കുടുംബം, വാപ്പിയും കുടുംബവും മക്കളും എല്ലാം ദീനുമായി നമ്മളെപ്പോലെ പള്ളിയും ക്ലാസും ഒക്കെ ഉള്ള കുടുംബം. ആ വാപ്പാന്റെ 2 ആൺകുട്ടികളിൽ 2 പേരും വാപ്പാന്റെ കൂടെ ബിസിനസ്സാണ്. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. പക്ഷെ ആ മൂത്ത മകൻ ആ പണത്തിൽ നിന്ന് വലിയൊരു പങ്കെടുത്തിട്ട് വാപ്പാനോടൊന്നും പറയാതെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇറക്കി. 1 കൊല്ലം കൊണ്ട് ഭീമമായ കടണ്ടായി, നഷ്ടം വന്നു, ഭീമമായ കടണ്ടായി. അദ്ദേഹം പതിയെ മിണ്ടാതെയായി, കുടുംബത്തിനോട് പറഞ്ഞില്ല. 2-3 മാസത്തിനുള്ളിൽ ഇശാ ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് വരാം എന്ന് പറഞ്ഞ് 15 മിനിറ്റായിട്ടും കാണാതിരുന്നപ്പോൾ കിടക്കണ റൂമിന്റെ മുകളിൽ, ആ റൂമിൽ വെച്ച് കയറെടുത്ത് കഴുത്തിൽ മുറുക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട എന്താ രസങ്ങളെ, തൗഹീദി കുടുംബാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് ജനിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് വളർന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് മരിക്കുന്നതിന്റെ ഒരു 2-3 മാസം വരെ ഉണ്ടായിനി. പക്ഷെ പിന്നീട് മരണരംഗം വ്യക്തിപരമല്ല കേട്ടോ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടല്ല, ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് നേരെ വിപരീതമുള്ള ആശയത്തിൽ ആത്മഹത്യ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ദുനിയാവെന്ന് പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെന്താ അറിയോ? ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഫീ നാരി ജഹന്നം, സംശയത്തിനിടല്ലാതെ നബി പറയാണ് അയാൾ നരകത്തിൽ തന്നെയാണ്, കഴിഞ്ഞില്ല. യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം നരകത്തിന്റെ അടിയിലേക്ക് അദ്ദേഹം വീണുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ ഒരാൾ വിഷം കഴിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, കഴുത്തിൽ കയറിട്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഒരാൾ സ്വന്തം ജീവന് ഭീഷണിപ്പെടുത്തി അയാൾ സ്വന്തം ആത്മഹത്യ ചെയ്യുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ് അയാൾക്ക് നരകം ഉറപ്പാണ്, അയാൾ നരകത്തിന്റെ അടിത്തട്ടിയിലേക്ക് ഖാലിദൻ മുഖല്ലദയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, തൗഹീദിലാണ് ജീവിച്ചു വളർന്നതൊക്കെ, പക്ഷേ മരിച്ചത് തൗഹീദിന്റെ ആദർശത്തിലല്ല. ഇത് 1-2 സംഭവങ്ങളല്ല, കഴിഞ്ഞൊരു 5 കൊല്ലം നമ്മുടെ കുടുംബങ്ങളിലൂടെ മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കൊണ്ടി അനേകം സംഭവങ്ങൾ ഇതുപോലെ കാണാം. എത്രയോ മനസ്സിൽ ഓർമ്മ വരികയാണ്, മദ്രസയിൽ
5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പൊതുപരീക്ഷയിൽ മദ്രസയിൽ തന്നെ മുഴുവൻ മികച്ച മാർക്ക് വാങ്ങി മദ്രസന്റെ മഹലിന്റെ ഒക്കെ അവാർഡ് കിട്ടിയ നല്ലൊരു പെൺകുട്ടി, നല്ല കുട്ടിയാണ്. ക്ലാസ്സിനുണ്ടാവും, പരിപാടിക്കൊക്കെ ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. 10ാം ക്ലാസ് മുഴുവൻ A+ കിട്ടി, +2 കിട്ടി, എൻട്രൻസ് കിട്ടി. നല്ല അതിനൊക്കെ മഹലിന്റെ മുസ്ലിം പാർട്ടികളുടെ ഇതര പാർട്ടികളുടെ ഒക്കെ സമ്മാനങ്ങളും അവാർഡുകളും എല്ലാം വീട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. അവസാനം ജോലിയുടെ ഭാഗമായി മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കാണ് ജോലി ഇട്ട്, നല്ല ശമ്പളമാണ്. അവിടെ എത്തി ജോലി തുടങ്ങി. പുതിയ കൂട്ടുകെട്ടാണ്, പെൺകുട്ടിയാണ്, പുതിയ കൂട്ടുകെട്ടാണ്. സാഹചര്യം മാറി, മെല്ലെ രൂപം മാറി, കോലം മാറി, ദീന് മാറി. പള്ളിമെന്ന് വിട്ടു, നിസ്കാരത്തുമെന്ന് വിട്ടു, മഹല്ലിട്ട് വിട്ടു. എന്തിനാ അതിന്റെ ആവശ്യം എന്നുള്ളത് വന്നു. അങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന് സകല തോന്നിവാസത്തിലേക്കും തൗഹീദി കുടുംബത്തിലെ കുട്ടി എത്തി. അവസാനം 8 ആളുകൾ, 4 ആൺകുട്ടി 4 പെൺകുട്ടി, 2 കാറിലായി അവർ മാത്രമായി ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. 3 ദിവസം 8 അപരിചിതരായ അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്ത അന്യ പുരുഷനും സ്ത്രീയും 2 റൂമുകളിലോ 3 റൂമുകളിലോ ആയി 2 കാറുകളിൽ 8 പേർ, 4 പെൺകുട്ടിയും 4 ആൺകുട്ടിയും ആസ്വദിച്ച് ആനന്ദിച്ച് തിരിച്ചു വരുന്നതിനിടയിൽ ആക്സിഡന്റ് പറ്റി 2 ആൾ മരിച്ചു. ഒന്നീ കുട്ടിയാണ്. മദ്രസയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ചതാണ്, വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ചതാണ്, പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കണ സമയത്ത് എന്തിന് പടച്ചോൻ, എന്തിന് ദീൻ എന്ന് ഉമ്മയോടും ഉപ്പയോടും ചോദിച്ചുകൊണ്ട് ഈ ദുനിയാവെന്ന് വിട പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്ത് നെഞ്ചിലേക്ക് വരാൻ സോളെ, ഹൃദയത്തിലേക്ക് അള്ളാന്റെ ആയത്ത് വരാൻ. ഇന്നല്ലദീന കഫറു, പടച്ചോനെ നിഷേധിച്ച് ജീവിച്ചവർ, വമാതു വഹും കുഫാർ, മരിക്കുന്ന സമയത്തും ഇതേ കുഫറിൽ തന്നെ മരിച്ച ആളുകൾ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അവർക്ക് അള്ളാന്റെ ശാപാൻ ഉണ്ടാകുക കഴിഞ്ഞില്ല. വൽ മലായികത്തി വന്നാസി അജ്മഈൻ, മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമായിട്ടാണ് അവർ ഈ ദുനിയാവെന്ന് മരിച്ചു പോകേണ്ടി വരിക. ഇനി ആ പ്രവാചകന്റെ വാക്കൊന്ന് ആലോചിച്ച് നോക്കിൻ. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ ജീവിതത്തിലാണോ അവസാനമായി അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിച്ച് അത് ഉച്ചരിച്ച് മരിക്കുന്നത്, അവനാണ് സ്വർഗ്ഗം ഉണ്ടാകുക. സഹോദരങ്ങളെ, ഇത് പറയാനുള്ളൊരു കാരണം എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കണോ, നമ്മളിപ്പോൾ ഈ പള്ളിയായിട്ട് ബന്ധമുണ്ടല്ലോ, മദ്രസയായിട്ട് ബന്ധമുണ്ടല്ലോ, ജുമായിട്ട് ബന്ധമുണ്ടല്ലോ, ദിക്റുകളും ദുആകളും ഉണ്ടല്ലോ. പടച്ചോനെ, മരിക്കുന്ന സമയത്തും ഇതേ ദീനിൽ തന്നെ മരിച്ചു പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ശിർക്ക് ചെയ്തുകൊണ്ടോ, കുഫറിൽ എത്തിപ്പെട്ടതുകൊണ്ടോ, നിഫാഖിൽ എത്തിപ്പെട്ടതുകൊണ്ടോ, ഹറാമായ രീതിയിലോ എന്റെ ജീവിതത്തിന്റെ പര്യാവസാനം ഉണ്ടാകുമോ എന്ന് നമ്മൾ എപ്പോൾ മുതലാണോ ആലോചിച്ചു തുടങ്ങുന്നത്, അപ്പോൾ മുതലാണ് നമ്മൾ സഹാബാക്കളെ പോലെ ആകുക. എനിക്ക് ആനന്ദം അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം. പടച്ചോൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരിഗണിക്കുക നമ്മൾ അവസാന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നതിനെ കൂടിയാണ് അള്ളാഹ് കൂടുതലായിട്ട് പരിഗണിക്കുക. അതിനർത്ഥം എന്താ സഹോദരങ്ങളെ, ഇപ്പോൾ ഒന്നും ചെയ്യണമെന്നല്ല, നമ്മൾ നിലനിർത്തിയാലേ അവസാനം വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉണ്ടാണ്, എന്താണെന്നറിയോ? നമ്മൾക്കിപ്പൊ പള്ളിനേറ്റിലെ ബന്ധല്ലേ, അതെപ്പോഴാ നിൽക്കേണ്ടി അറിയോ? ഖബറിൽ എത്തും വരെ ഉണ്ടാവണം. ഇപ്പത്തെ തക്കുവുണ്ടല്ലോ, യുവാക്കളെ, കുട്ടികളെ, ബാപ്പാരെ, ഉമ്മാരെ, അസുഖം ഉണ്ടാകുമ്പോഴും രോഗം ഉണ്ടാകുമ്പോഴും കച്ചവടത്തിൽ നട്ടുണ്ടാകുമ്പോഴും നഷ്ടപ്പെടുത്തേണ്ടതല്ല തഖ്വ ഈമാനും. മരിക്കുന്നത് വരെ ഈ ബന്ധം ഉണ്ടാകണം, തഖ്വ ഉണ്ടാകണം, ഖുർആനേറ്റ് ബന്ധം ഉണ്ടാകണം, ദീനിനേറ്റ് ബന്ധം ഉണ്ടാകണം. നമ്മൾ വെള്ളിയാഴ്ച കഹ്ഫോദനില്ലേ, അതെന്താ നിർത്തേണ്ടി അറിയോ? ജീവൻ പോകുമ്പോഴാണ് നിർത്തേണ്ടി. ജീവൻ പോകുമ്പോഴാണ്. ബിസിനസിന്റെ തിരക്കുണ്ടാകുമ്പോ കഹ്ഫ് നിർത്തരുത്. പ്രവാചകന്റെ പേരിൽ സ്വലാത്തലില്ലേ, അതെപ്പോഴന്മാരെ നിർത്തേണ്ടി അറിയോ? ജീവൻ പോകുമ്പോഴാണ് നിർത്തേണ്ടി. അതുവരെ, മരിക്കുന്നത് വരെ ഈ തഖ്വയും ഈ ഈമാനും ഈ ഭക്തിയും ഈ പള്ളിയുമായും ദീനുമായും ഖുർആൻ കേൾക്കുന്നതുമായും ബന്ധമുണ്ടാകണം എന്ന ശാഠ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോഴാണ് തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്വാലിഹീൻ, അള്ളാഹിനോടുള്ള പ്രാർത്ഥന. തവഫനി മുസ്ലിമൻ, അള്ളാഹുവേ എന്നെ മരിപ്പിക്കുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണം. ചിലപ്പോ കച്ചവടത്തിൽ നഷ്ടം പറ്റുണ്ടാവും, പ്രശ്നമില്ല, പഠിച്ചോനെ ക്ഷമിച്ചതിന് പരലോകത്ത് സ്വർഗം കിട്ടിയാൽ മതി. പക്ഷെ നാഥ, നട്ടാണെങ്കിലും ലാഭാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഡൈവേഴ്സ് ആയിട്ടാണെങ്കിലും എന്റെ വീടിന്റെ പണി മുക്കാഭാഗമായിട്ടാണെങ്കിലും പൂർണ്ണമായിട്ടാണെങ്കിലും എന്റെ മക്കളുടെ മുഴുവൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും 2 എണ്ണം ബാക്കി, എങ്ങനെ മരിച്ചാലും തവഫനി മുസ്ലിമൻ, പടച്ചോനെ എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ മരിപ്പിക്കണം. അതിന് പോകരുത്, അതിന് പിന്നോട്ട് പോകരുത്. സഹോദരങ്ങളെ, എന്താ വേണ്ടി അറിയോ? അതിനെന്താ വേണ്ടി? ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്ന് നിരന്തരമായ
ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അറിയുന്ന ഒരു പ്രാർത്ഥന പറയട്ടെ. നബി ഇത് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അർത്ഥം എല്ലാവർക്കും അറിയാം. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അതാ, എന്റെ ഹൃദയത്തെ ദീനിൽ തന്നെ മരണം വരെ ഉറപ്പിച്ചു നിർത്തണമേ. ഈ പ്രാർത്ഥന സഹാബാക്കൾ എങ്ങനെയാ പഠിച്ചറിയോ? എവിടുന്നാ പഠിച്ചറിയോ? നമ്മളെ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യമാരാണ്, നമ്മുടെ അമ്മമാരാണ്. അവർ എവിടുന്നാ പഠിച്ചറിയോ? മിമ്പർമെന്നല്ല, നബി ഖുർആൻ ക്ലാസ് ചെല്ലിച്ചതല്ല. ഏത് ഇതാ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചരാ എന്ന് പറഞ്ഞ പഠിപ്പിച്ചല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പ്രാർത്ഥിക്കണ കേട്ടപ്പം ആയിഷ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിച്ചാണ്, അല്ലേ നബി, നിങ്ങൾ എന്താ ഈ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണ്? ഞങ്ങൾ ഈ പ്രാർത്ഥന കേട്ടിട്ടില്ല, എന്താ ഈ പ്രാർത്ഥന? നബി പ്രാർത്ഥിക്കണ കേട്ടിട്ടാണ്. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അതാ, എന്റെ ഹൃദയത്തെ തൗഹീദിൽ തന്നെ, തഖ്വയിൽ തന്നെ, ഈമാനിൽ തന്നെ, പടച്ചോടുള്ള ഇഷ്ടത്തിൽ തന്നെ, നബിയോടുള്ള ഇഷ്ടത്തിൽ തന്നെ, ഇസ്ലാമിൽ തന്നെ ഉറപ്പിച്ചു നിർത്തേണമേ. ഇത് നമ്മുടെ അമ്മമാര് ചൊല്ലിട്ടോ. ഇത് നമ്മുടെ അമ്മമാര് ചൊല്ലി. ആരാ ചൊല്ലിയത്? നബിന്റെ ഭാര്യമാർ, നമ്മുടെ അമ്മമാര് ചൊല്ലി. എന്നിട്ട് നബിനോട് ചോദിക്കാൻ, ചോദ്യമാണ് പ്രസക്തം. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക്, പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചവരാണല്ലോ. വബിമാ ജിഅത ബിഹി, താങ്കൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിലും പൂർണ്ണമായും അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകനിലും കിതാബിലൊക്കെ വിശ്വസിച്ചവരാണല്ലോ ഞങ്ങൾ. ഫഹൽ തഖാഫു അലൈന, ആ ഞങ്ങളിൽ ദീനിന്ന് പോകും, ശിർക്ക് പറ്റും, കുഫർ പറ്റും, നിഫാഖ് പറ്റും, ഹറാമായ അവസ്ഥയിൽ മരിക്കേണ്ടി വരും എന്നത് പ്രവാചകരെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അപ്പൊ നബി എന്താ പറയേണ്ടേ? നിങ്ങളിന്റെ ഭാര്യമാരല്ലേ, നിങ്ങൾ വഹി അങ്ങനെ വീട്ടിൽ ജനിച്ച ആളല്ലേ, നിങ്ങൾ നബിന്റെ കൂടെ ജീവിക്കുന്ന ആളല്ലേ, നിങ്ങളെ പറ്റിയിട്ടല്ല എന്നല്ലേ നബി പറയണ്ടേ? പ്രവാചകന്റെ ഒന്നാമത്തെ വാക്ക് തരോ? നഅം ആയിഷ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ, നിങ്ങൾക്കും പിഴവ് പറ്റുട്ടോ, എനിക്കും പിഴവ് പറ്റുട്ടോ, മുസ്ലിമീങ്ങൾക്ക് പിഴവ് പറ്റുട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനിച്ചു എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കാരണമാകില്ല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കാരണമാകില്ല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തു എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കാരണമാകില്ല കേട്ടോ. എന്നിട്ടാ നബി പറഞ്ഞത്, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് ഹൃദയം, ഏത് സമയത്തും മാറാം, ഏത് സമയത്തും മാറാം. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്, അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മരിക്കുന്നവരെ സാധാരണ പ്രാർത്ഥന പോരാ, നിരന്തരമായി പ്രാർത്ഥിക്കണം. എന്തേ ഗാനരസങ്ങളെ? ഏത് സമയത്തും മാറാം. നമ്മളെ നാട്ടിൽ കണ്ടില്ലേ, എത്ര കൊല്ലം, 40 കൊല്ലം 50 കൊല്ലം നിസ്കരിച്ചവനൊക്കെ പള്ളിക്കൽ എന്റെ എക്സ് മുസ്ലിമാണ്. എന്റെ എനിക്ക് അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് ഇസ്ലാമിനോട് വിയോജിപ്പുണ്ട്. എന്നാ സോള് പഠിക്കോ, കിതാബിൽ എന്താ പറഞ്ഞ പഠിക്കോ? ഇല്ല. പിന്നെ ആരുടെ പഠിക്കണോ? സോളെ ആരറിയോ? ജൂതന്മാരുടെ ഫണ്ട് വാങ്ങി ബ്രോഡ്കാസ്റ്റ് നടത്തുന്ന ഏതെങ്കിലും വ്യാജവൈരന്മാരുടെയോ ഏതെങ്കിലും അധ്യാപകരുടെയോ വാക്ക്, ഇസ്ലാമിക വിമർശനം, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ വാക്കേട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കിതാബില്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ചോദിക്കണതല്ല, അതിന്റെ ഉത്തരം പഠിക്കണ്ടേ? എന്താ അല്ലാഹ് പറഞ്ഞത്, എന്താ പ്രവാചകൻ പറഞ്ഞത്? പഠിക്കൂല. പിന്നെന്താ ചില ആൾക്കാർ, എനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടില്ല, ഞാൻ വിശ്വസിക്കൊള്ളൂ. അതിനർത്ഥം എന്താ അറിയോ? അള്ളാഹിനെക്കാളും പ്രവാചകനെക്കാളും ലോകത്തിനുവരെ ഖുർആൻ തഫ്സീർ എഴുതിയ ആളുകളെക്കാളും കൂടുതൽ ചിന്തനിക്കാണ്, അതിന്റെ അപ്പുറം ഞാൻ സ്വീകരിക്കൂല. ഇതൊക്കെ എടുക്കാൻ എത്ര രസങ്ങളെ അവസാനം ചിന്താഗതിയൊന്നും കുഴപ്പമില്ല, പക്ഷെ മരിക്കുമ്പോ മുസ്ലിം ആഗിണീന്റെ മുന്നിൽ സഹോദരങ്ങളെ ദീനിലേക്ക് തിരിച്ചു വരുന്നതിന്റെ മുന്നേ മരിച്ചാൽ കുഫറില മരിക്കുക. കുഫറില എത്രയോ സഹോദരിമാരുണ്ടല്ലോ, എല്ലാവരും പറഞ്ഞ് ന്യൂനപക്ഷാണെങ്കിൽ എത്രയോ സഹോദരിമാരുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ. മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാമിക വിരോധവും എക്സ് മുസ്ലിം എന്ന് പുറത്തു പറഞ്ഞിട്ടെങ്കിലും ഉള്ളിനകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമല്ല. എന്ത് ടൂർ പോകാൻ പറ്റൂലേ? ഇസ്ലാമിന് ടൂർ പോകാൻ പറ്റൂലേ? നല്ല വസ്ത്രം ധരിച്ചൂടെ? ഫോൺ വാങ്ങാൻ പറ്റൂലേ? കളിക്കാൻ പറ്റൂലേ? കിടക്കാൻ പറ്റൂലേ? ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ? കല്യാണം കഴിക്കാൻ പറ്റൂലേ? പഠിക്കാൻ പറ്റൂലേ? പിന്നെ എന്താ സ്വാതന്ത്ര്യം എല്ലാവരും? എന്താ അറിയോ? എന്താ അറിയോ? ശരീരത്തിന്റെ ഏത് ഭാഗവും തുറന്നു കാണിച്ച് ആണും പെണ്ണും ഒരു മാനദണ്ഡവുമില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ്, സ്വവർഗരതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, നട്ടപ്പാതിരക്ക് മുഖത്ത് മാസ്ക് വെച്ച് സ്വന്തം ശരീരം കാണിച്ചു കൊടുക്കുന്നതിന് പൈസ വാങ്ങുന്ന ഏതെങ്കിലും വൃത്തികെട്ട സഹോദരിമാർ നമ്മുടെ കുട്ടികളെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഭയങ്കര പ്രയാസമാണ്. എന്നിട്ട്
ബാപ്പിമ്മില്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക, ജോലി സ്ഥലത്ത് പോയാൽ പിന്നെ ദീൻ ഒഴിവാക്കുക, വസ്ത്രം ഒഴിവാക്കുക. സഹോദരങ്ങളെ, എന്താ അവസ്ഥ ഉണ്ടാകറിയോ? പടച്ചോന്റെ വാക്കെന്തറിയോ? നമ്മൾ പഠിച്ചതും ജീവിതത്തിലൊക്കെ തൗഹീദിലേക്കാനും നല്ല മഹലിലേക്കാനും, പക്ഷേ അള്ളാഹുവിന്റെ ദീന് വിട്ടിട്ടെങ്ങാനും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഖുർആന്റെ വാക്ക് ഇന്നല്ലദീന കഫറു, പടച്ചോന്റെ ദീനിന്ന് വഴിതെറ്റിപ്പോയവർ, വമാതു വഹും കുഫാർ, വീണ്ടും അതേപോലെ ആയത്തോരൻ, അവർ മരിക്കുമ്പോ തൗഹീദിലല്ല. ബാപ്പിമിൻ തൗഹീദാണ്, വല്യാപ്പാന്റെ സ്ഥലത്താണ് പള്ളി കയറ്റിക്കുന്നത്, ഉമ്മാന്റെ സ്ഥലത്താണ് മദ്രസ കയറ്റിയത്. അവനാനൊരു കാലഘട്ടം ദീനിൽ തന്നെ ഇരുന്നു. പക്ഷെ പുതിയ പുതിയ ചിന്താഗതികൾ വന്നപ്പം വെറൈറ്റിക്ക് വേണ്ടി ആൾക്കാരിൽ വന്നിട്ട് ഞാനിപ്പോ എങ്ങനെ ചിന്തിക്കണത്, ഞാനിപ്പോ എങ്ങനെ ആലോചിക്കണത്, പണ്ട് ഈ നാട്ടില് 3 വക്ത് നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ് മരിച്ചുപോയ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിന്റെ ബാക്കിയുള്ള അനുയായികൾ വന്നിട്ട് എന്തിനാ ഉദയത്തിന് പൈസ ചെലവാക്കണത്, എന്തിനാ ഹജ്ജിന് പൈസ ചെലവാക്കണത്? അപ്പൊ നമുക്ക് തോന്നുകയാണ് പറയാ കുഴപ്പമൊന്നുമില്ല, പുതിയ ആശയാണല്ലോ. എത്താണ് പടച്ചോനെ നിഷേധിക്കുന്നതിന്റെ തുടക്കാണ് അള്ളാന്റെ വാക്കാൻ ഇന്നല്ലദീന കഫറു, പടച്ചോനെ നിഷേധിക്കുക, ദീനെ നിഷേധിക്കുക. വമാതു വഹും കുഫാർ, അവർ മരിക്കണതും അങ്ങനെ തന്നെ ഇക്കാര്യം. അള്ളാന്റെ വാക്കെന്നറിയോ? ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലഫ്തദി ബിഹി, അവർ പരലോകത്ത് ശിക്ഷ അനുഭവിക്കും. അള്ളാഹ് അങ്ങനെ കാണിച്ചു കൊടുക്കും. പരലോകം ശരിയല്ലടാ, പരലോകം ശരിയെന്നല്ലേ? സുമ്മ ലതറവുന്നൽ ജഹീം, നിങ്ങൾക്ക് ഞാൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണിച്ചു തരും നരകെന്താണ്, സ്വർഗെന്താണ്, വിചാരണ എന്താണ്, പരലോകം എന്താണ്, വലത് കൈ എന്താണ്, ഇടത് കൈ എന്താണ്, കിതാബ് എന്താണ്, മീസാൻ എന്താണ്, കാണിച്ചു തരും അല്ലാഹ്. അലൈസ ഹാദാ ഹഖ്ഖൻ, ഇത് സത്യല്ലേ, ഇത് സത്യല്ലേ? കിതാബ് പഠിച്ചിട്ടില്ലേനോ? എന്നിട്ട് ആളാകാനും സംഭവാകാനും ഞാൻ ഭയങ്കര ചിന്താഗതിക്കാരനാണ് തെളിയിക്കാനും വേണ്ടി ദീന് വിട്ടു. അല്ലാഹ് പറയാൻ, ഭൂമി നിറച്ചു സ്വർണം അവൻ പകരം തന്നാലും സ്വീകരിക്കൂല, ശിക്ഷ ഉണ്ടാകും അവന്. അതിലേക്ക് നമ്മൾ എത്തരുത്. പ്രാർത്ഥിക്കണം പടച്ചോനോട്. നമ്മൾ മാത്രമല്ല, നമ്മളെ കുട്ടികളും എത്തരുത്. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പടച്ചോനെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ദീനിന്ന് തെറ്റരുത്. ദുനിയാവിൽ ചെറിയ ചെറിയ നട്ടഘട്ടങ്ങൾ ഉണ്ടായാലും ദീനിന്ന് ഞാനും എന്റെ കുടുംബം തെറ്റരുത്, തൗഹീദിന്ന് പോകരുത്, ഷിർക്കിലേക്ക് എത്തരുത്, കുഫ്റിലേക്ക് എത്തരുത്, ബിദ്അത്തിലേക്ക് എത്തരുത്. പടച്ചോനും പരലോകത്തെയും ഖുർആനും നിഷേധിക്കുന്ന ആൾക്കാരെ വാക്കുമക്ക് ആകർഷിക്കുന്ന ഒരു മനസ്സ് പോലും പടച്ചോനെ തരരുത്. ഖുർആന്റെ വീണ്ടുള്ള പ്രാർത്ഥന എന്താ? പ്രാർത്ഥിക്കാൻ നമ്മൾ പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചോനെ ഹിദായത്തിലാണ് ഇപ്പം. പള്ളിക്കൊക്കെ നമ്മള് വെള്ളിയാഴ്ച വാങ്ങ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ എത്തുകയാണ്. എന്തേ പടച്ചോനെ, പള്ളിക്ക് നേരത്തെ തിന്നെ കൂലി കിട്ടണം. എത്തിയാൽ നമ്മൾ 2 പേജ് ഓതുകയാണ്. പടച്ചോനെ ഖുർആൻ ഓതിന്റെ പുണ്യം കിട്ടണം. നടക്കുമ്പോൾ പ്രവാചക പേര് സ്വലാത്തല്ലാണ്, വെള്ളിയാഴ്ച കൂടുതൽ സ്വലാത്തല്ല, പുണ്യുണ്ട്. വാപ്പാനെ കൊണ്ടുവരാൻ പറ്റി വാപ്പാനെ കൊണ്ടുവരാൻ, പടച്ചോനെ വാപ്പാനിമാനി നോക്കിന്റെ കൂലി പരലോകത്ത് കിട്ടണം. ജീവിതത്തിൽ ഓരോ സെക്കൻഡ് നമ്മളെ കൊണ്ട് കഴിയുന്ന പുണ്യത്തിലൊക്കെ നമ്മളുണ്ട്. പടച്ചോനെ ഇത് തെറ്റി ജീവിക്കണ അവസ്ഥയ്ക്ക് എത്തല്ല നാഥാ. പ്രാർത്ഥിക്കണ സൗങ്ങളെ എത്രയാന്നറിഞ്ഞത്? ശിർക്കും കുഫറും മാത്രമൊന്നല്ല, ശിർക്കും കുഫറും മാത്രമല്ല. ഞാനൊന്നും ആലോചിക്കാണ്, ഈ നമ്മൾക്കൊക്കെ മനുഷ്യരെന്ന നിലക്ക് ഓരോ ന്യൂനതകളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാകുമല്ലോ. ക്ലാസും പരിപാടിയും ഒക്കെ ഉണ്ടായിട്ട് ദീനൊക്കെ ആയിട്ട് ജീവിച്ച് 60-ാമത്തെ 50-ാമത്തെ ആ ഒരു പ്രായത്തിൽ വീഡിയോ കോൾ വഴി ഏതോ ഒരു സ്ത്രീയുമായി സംസാരിച്ചു, ആരും അറിയില്ല, രഹസ്യമായ സംഗതിയാണ്. സംസാരിച്ച് ഹണി ട്രാപ്പിൽപ്പെട്ട് ഇവിടെ നിന്ന് കേരളത്തിന്റെ അങ്ങേ തലയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി റൂമിലെത്തി പൈസ ചോദിച്ചപ്പോ തരൂല എന്ന് പറഞ്ഞിട്ട് ചുറ്റിക കൊണ്ട് അടികിട്ടി മരിച്ച ആളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവനാന്റെ ബോഡി വ്യഭിചാരശാലന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ കൊണ്ടുവരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ബസ്സിലെക്കുമ്പോ അറിയാതെ ഒരു സെക്കൻഡിന്റെ അബദ്ധം കൊണ്ട് ഏതെങ്കിലും ആളുകളെ തോണ്ടി സ്ത്രീയായി ചെയ്യരുതിട്ട് ഞാൻ പറഞ്ഞു സംഭവിച്ചു. സ്ത്രീയായി ഒച്ചുണ്ടാക്കി ബസ്സത്തെ ആൾക്കാർ മുഴുവൻ അടിച്ചു, അങ്ങാടി കൊണ്ട് ഇറക്കി വിട്ടു. നാട്ടുകാർ മുഴുവൻ നോക്കിയിരിക്കെ ചുണ്ടിൽ നിന്ന് ചോര വന്ന് ഇറങ്ങിപ്പോകുമ്പോ പടച്ചോനെ അങ്ങനത്തെ ഒരു അവസ്ഥ നാഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല നാഥ, അങ്ങനെ ഒരു മരണം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല നാഥ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ ഹിദായത്തിലാണ് ഇപ്പം, ഇനി വലാലത്തിലേക്കും ശിർക്കും കുഫ്റുക്കും ഹറാമുക്കും അങ്ങനെ ഒരു മരിക്കണ അവസ്ഥയ്ക്ക് പടച്ചോനെ എത്തിക്കല്ലേ എന്ന് സൗങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നിരന്തരം ആ പ്രാർത്ഥനന്റെ കൂടെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാണെന്നറിയോ?
ബോധ്യം ഉണ്ടാകണം. ഇതൊരു ഖുതുബന്റെ വിഷയമല്ല. പിഴക്കാൻ സാധ്യതയുണ്ട്. ആര് പിഴക്കാൻ സാധ്യതയുണ്ട്? ആര് പിഴക്കാൻ സാധ്യതയുണ്ട്? ഞാൻ പിഴക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് ബോധ്യം ഉണ്ടാകണം, എന്നാലേ പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ പിഴക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് ബോധ്യം ഉണ്ടാകും, എന്നാലേ പ്രാർത്ഥിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കൂല. ഞാൻ എന്റെ മനസ്സിൽ ബോധ്യം ഉണ്ടാകണം. എന്തറിയോ, ഈ ദീൻ നിലനിൽക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീക്ക് വേണം, അതിന് പ്രാർത്ഥന വേണം. നിങ്ങൾക്ക് അറിയില്ല സോങ്ങളെ, പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് നമ്മളെ മനസ്സിലുണ്ട്. രണ്ട് സംഭവങ്ങൾ പറയാം. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഒരു യുദ്ധം നടക്കുകയാണ്. ഇപ്പൊ ഒരു വ്യക്തി ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പോരാടുകയാണ്, ശക്തമായി പോരാടാൻ. അപ്പൊ സഹാബാക്കൾ ശരിക്കും അദ്ദേഹത്തിന്റെ പോരാട്ട വൈഭവം കണ്ടിട്ട് അന്താളിച്ച് നിന്നിട്ട് പറഞ്ഞു, നബിയെ, അദ്ദേഹം ഉറപ്പാണ്, ഷഹീദാണെങ്കിൽ സ്വർഗ്ഗാണ്, ഉറപ്പാണ്, അല്ലെങ്കിൽ അള്ളാന്റെ വലിയ പുണ്യാണ്. പ്രവാചകന് വഹി ഇറങ്ങി, നമ്മളെ പഠിപ്പിക്കാനാണ്. വഹി ഇറങ്ങി, അള്ളാഹ് വഹി ഇറക്കി. പ്രവാചകൻ പറയട്ടോ, ഹുവ മിൻ അഹ്ലിന്നാർ, അദ്ദേഹം നരകാവകാശിയായിരിക്കും. സഹാബാക്കൾക്ക് ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നബി പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പോരാടുന്ന ശക്തനായ ഒരു വ്യക്തി സ്വർഗം കിട്ടും എന്ന് സഹാബാക്കൾ ഉറച്ചു വിശ്വസിക്കുന്ന ആള്, നബി പറഞ്ഞു അദ്ദേഹം നരകാവകാശിയാണ്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, അന സ്വാഹിബുഹു, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലൊന്ന് പോയോക്കട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒന്ന് പിന്തുടർന്ന് നോക്കട്ടെ. അതിന്റെ അവസാനം എന്താ ഉണ്ടായോ? യുദ്ധത്തിന്റെ മധ്യഭാഗത്ത് അദ്ദേഹത്തിന് വെട്ടുകൊണ്ടപ്പോ അദ്ദേഹത്തിന് വേദന സഹിക്ക വയ്യാതെയായിട്ട് വാളിങ്ങനെ നേർക്കുനേരം കുത്തി നിർത്തി, വാളിന്റെ തലപ്പിൽ സ്വന്തം വയർ വെച്ച് അമർത്തി ആത്മഹത്യ ചെയ്തു. വേദന സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തു. പടച്ചോൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി വന്ന വ്യക്തി അവസാനം വാൾത്തലപ്പിൽ സ്വന്തം ശരീരം കുത്തിയിറക്കി വേദന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. പ്രവാചകൻ പറഞ്ഞ ആ വാക്ക് ഓർത്തിട്ട് ഇദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? അപ്പോഴാണ് അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദേ, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരാൾക്കും മനസ്സിലായല്ലോ അദ്ദേഹം അവസാനിക്കുന്നത് നരകാവകാശിയായിട്ടാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾക്ക് നമ്മളെപ്പറ്റി ഓവർ കോൺഫിഡൻസ് ഉണ്ടായത്. അതുകൊണ്ടാണ് നബി ഭാര്യമാരോട് പറഞ്ഞത്, നിങ്ങൾ എന്റെ ഭാര്യയാകാം, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഉമ്മയാകാം, നിങ്ങൾക്ക് വഹി കിട്ടുന്ന പ്രവാചകന്റെ ഭാര്യമാരാകാം, നിങ്ങളെ വീട്ടിൽ ഹറാമുണ്ടാവില്ല, നിങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് മസ്ജിദ് നബവിന്റെ ഹറാമുണ്ടാവില്ല, നിങ്ങളെ കൂട്ടുകാരികൾ മുഴുവൻ മുഅ്മിനാത്തുകളാകാം. പക്ഷേ ശൈത്താനെ പഴപ്പിക്കാൻ നമ്മളെ കഴിയിട്ടോ, പടച്ചോണ്ട് പ്രാർത്ഥിക്കണട്ടോ, തൗഹീദ് തന്നെ മരിക്കാൻ, ശിർക്കില്ലാതെ മരിക്കാൻ, ദീനിൽ തന്നെ മരിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിക്കണം കേട്ടോ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയിൽ ഈ ആശയം കൂടിയുണ്ട്. അല്ലാഹുമ്മ, പടച്ചോനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, അൻ യതഖബ്ബതനി ശൈത്വാനു ഇൻദൽ മൗത്ത്, മരിക്കാൻ നേരത്ത് ശൈത്താൻ എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ശൈത്താൻ മരിക്കാൻ നേരത്ത് വഴിപിഴപ്പിക്കാൻ എന്താ രസങ്ങളെ? ഒരു കാരണവരായ, എനിക്കൊരു 10-70 ചില്ലാൻ വയസ്സുണ്ടാവും, ഒരു കാരണവരായ നല്ല പള്ളി ഇതൊക്കെ നോക്കി നടന്ന നല്ലൊരു വ്യക്തി. അദ്ദേഹം അസുഖമായി, കുറച്ചു കാലമായിട്ട് ആരും നോക്കാനൊന്നില്ല എന്ന് കണ്ടപ്പോ കുറച്ച് ദീർഘയാത്ര ചെന്നപ്പം അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ഇരിക്കാനൊക്കെ കഴിയും, പക്ഷെ കിടക്കുകയാണ്, മലവും മൂത്രമൊക്കെ ഒന്ന് പുറത്തേക്ക് പോണ രൂപത്തിലാണ്. മക്കളാരുമില്ല. അപ്പൊ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ സമാധാനിപ്പിക്കണം, നമ്മൾക്ക് 1-2 കാര്യം പറഞ്ഞ അവസാനം നിങ്ങൾ അന്ന് അവിടെ വന്ന് ചെറിയൊരു പിരിവ് നടത്തി, അങ്ങനെ സ്ഥലം വാങ്ങി, ഇപ്പൊ അവിടെ പള്ളി അയക്കുന്നുട്ടോ, ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടോ, ഓരോ അവിടെ നടക്കുന്ന പ്രോഗ്രാമിലും നിങ്ങളെ പേര് പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ചെയ്ത കുറേ നന്മ അങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നെ നീപ്പിച്ച് ചോദിച്ചു. നീപ്പിച്ചാണ് നിർത്തി. ഞാനൊന്ന് തയമ്മും ചെയ്ത് നിസ്കരിക്കട്ടെ, നിസ്കരിച്ചിട്ട് കുറച്ചായിട്ടോ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം സോങ്ങളെ, നിസ്കരിച്ചിട്ട് കുറച്ച്, എന്താ അറിയോ, മക്കൾ നോക്കാനില്ല, മലവും മൂത്രവും പുറത്തേക്ക് പോയിട്ട് ഭാര്യ മാത്രം കോരി കൊണ്ടുപോവുകയാണ്. കടത്തം വന്നപ്പം അദ്ദേഹം പടച്ചോനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് നബി പറഞ്ഞത്, പടച്ചോനെ 70 വയസ്സുണ്ടെങ്കിൽ 69 വരെ ഞാൻ ദീനില്, അവസാനം പള്ളിക്കമ്മിറ്റി എന്നോട് എന്തെങ്കിലും ചെയ്തു, പള്ളിക്കമ്മിറ്റിക്ക് എതിരായിട്ട് പള്ളി ഒഴിവാക്കി, സംഘടന എന്നോട് എന്തെങ്കിലും ചെയ്തു, സംഘടനന്റെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വാശിയേറിയിട്ട് സംഘടന പ്രസ്ഥാനം ഒഴിവാക്കി. ഇങ്ങോട്ടോ എന്താ നമ്മൾ ചെയ്യുക? നമ്മളെന്താ ചെയ്യാം? ഖുർആൻ പഠിപ്പിക്കണ മൗലവി എന്നോടെന്ന് പറഞ്ഞു ഖുർആൻ ക്ലാസ് ഒഴിവാക്കി.
ഖുർആൻ ഒഴിവാക്കി, പള്ളി ഒഴിവാക്കി, ദീനീ പ്രബോധനം ഒഴിവാക്കി. ആർക്കാ കുട്ടനെ നഷ്ടം? ആർക്കാണ്? അള്ളാന്റെ പ്രാർത്ഥിക്കണം, പഠിച്ചോനെ 10-69 വയസ്സ് വരെ ദീനിൽ ഞാൻ നിന്നിട്ട് അവസാനം വെച്ച് വാശി കയറി, ഈഗോ കയറി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്ത തെറ്റിന് പേരിൽ എന്റെ മരണരംഗം ദീനും വന്ന് തഖ്വീന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ നാഥാ. എത്ര സഹോദരിമാരെ നമ്മള് പള്ളിക്കൊക്കെ സ്ഥിരമായി വന്നിരുന്ന പ്രായമുള്ള അമ്മമാരെ പിന്നെ അന്വേഷിക്കുമ്പോൾ എന്താണെന്നറിയോ? ഭർത്താവ് മരണപ്പെട്ടു, പിന്നെ ആരും നോക്കാനില്ല. അപ്പൊ എന്തായെന്നറിയോ? ഇന്നാരും നോക്കാനില്ല. അതുകൊണ്ട് എന്തായെന്നറിയോ? ഇത്രയും കാലം നിസ്കരിച്ചപ്പോ എന്താ കിട്ടിയേ? ഇത്രയും കാലം നോമ്പോയിട്ട് എന്താ കിട്ടിയേ? ഇതെപ്പോഴാ ചിന്തിക്കറിയോ? 15-ാം വയസ്സിലല്ല, 25-ാം വയസ്സിലല്ല. തൗബ ചെയ്യാൻ ചിലപ്പോ ആയുസുണ്ടെങ്കിൽ അവസരം ഉണ്ടാകുന്ന കാലത്തല്ല, മരിക്കാൻ നേരത്ത്, ഖബർക്ക് പോകാൻ നേരത്ത്, കെലിമ ചൊല്ലി മരിക്കുന്ന സമയത്താണ് ശൈത്താൻ ഈ ചിന്ത കൊണ്ടുവരിക. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ വാക്ക് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ലാ യമൂതുന്ന അഹദുക്കും. അതിന്റെ വാക്ക് അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മരിക്കരുത്. വിശ്വാസികളെ, മുഅ്മിനുകളെ, മുത്തഖികളെ, തൗഹീദുള്ളവരെ, ഒരിക്കലും മരിക്കരുത്. ലോകത്ത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ ചവിട്ടിയാലും, ആരൊക്കെ പുറത്താക്കിയാലും, ആരോടൊക്കെ നമുക്ക് വിരോധം ഉണ്ടെങ്കിലും, ആരോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും, ലാ യമൂതുന്ന ഒരിക്കലും നമ്മൾ മരിക്കരുത്. അഹദുക്കും, നമ്മളിൽ ഒരാളും അള്ളാനെ പറ്റി നല്ലത് വിചാരിച്ചിട്ടല്ലാതെ, അള്ളന്റെ എന്നോട് ഇങ്ങനെ കാട്ടിയത്, ഞാൻ നിസ്കരിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആയല്ലോ, പടച്ചോനെ എന്റെ പെണ്ണോട് കടുപ്പം കാട്ടിയേ, ഇവിടെ നിസ്കാരത്തിമൊക്കെ എടുക്കും, നോമ്പുമൊക്കത് വരും, ഖുർആനോത്ത് നിൽക്കും, ദിക്റുകൾ നിൽക്കും. അവസാനം മുഅ്മിനായി ജനിച്ച്, മുഅ്മിനായി വളർന്ന്, മുഅ്മിനായി ജീവിച്ച് കാഫിറായി മരിക്കും. അവിടേക്ക് എത്തരുത്, ഒരിക്കലും എത്തരുത്. നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകുക. മക്കളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. മക്കളൊക്കെ പുറത്തു പഠിക്കണില്ലേ? ഫോണ് കൂടെ വിളിച്ച് പറയണം, മക്കളെ അവിടെ പുതിയ ആചാരാനുഷ്ഠാനം കാണും, ഇതൊന്നല്ല ഇസ്ലാം എന്നുള്ള രൂപത്തിൽ പലരും വ്യാഖ്യാനിക്കും. പഠിക്കണം, വായിക്കണം, ദീനിന്ന് പോകരുത്. മാർക്കില്ലെങ്കിലും മാർക്ക് കുഴപ്പമില്ല, നന്നായി പഠിച്ചാൽ മതി, പഠിച്ചോ എവിടേക്കെങ്കിലും എത്തിച്ചോളും. മക്കളെ വീട് പണി നല്ലപോലെ നടക്കുന്നുണ്ട്, ഇനി പൂർത്തിയായിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോന്ന് കിട്ടിയാൽ മതി. ദീനിന്ന് പോകരുത്, തൗഹീദിന്ന് പോകരുത്. ആരോടുമുള്ള വാശിക്കോ തെറ്റിദ്ധരിച്ചിട്ടോ താൽക്കാലികമായി നമ്മളൊരു സംഭവമാണ് തെളിയിക്കാൻ പുതിയ വാദകത്തിന്റെ കൂടെ നിന്നിട്ടോ ദീനിന്ന് പോകരുത്. പ്രവാചകൻ നമ്മളോട് പറഞ്ഞ ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഒരേ ഒരു വാക്ക്, അല്ലാഹുമ്മ, പടച്ചോനെ, ഇജ്അൽ ഖൈറ ഉംരി ആഖിറ, എന്റെ ആയുസ്സിൽ ഏറ്റവും നല്ല കാലം അവസാന കാലം ആക്കേണമേ. ഇപ്പൊ പള്ളിക്കൊക്കെ പോയിനേക്കാൾ കൂടുതൽ ഈമാനും തഖ്വീലും ഖുർആനോത്തും ദിക്റും ദുആകളും വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയേണ്ടത് അവസാന കാലം ആക്കേണമേ. വഖൈറ അമലി ഖവാതിമഹു, എന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമാകേണ്ടത് അവസാന കാലമാകേണമേ. വഖൈറ അയ്യാമി യൗമൽ അൽഖാഖ്, പടച്ചോനെ എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം, ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസം, ഏറ്റവും നിന്നെപ്പറ്റി നല്ലത് ചിന്തിച്ചു പോകേണ്ട ദിവസം, എന്റെ ഇബാദത്തുകൾ സജീവമാകേണ്ട ദിവസം, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാകണമേ. സഹോദരങ്ങളെ, അതുകൊണ്ട് തവഫനി മുസ്ലിമൻ, നാഥാ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. അതിന് ഇപ്പോൾ നമ്മൾക്കുള്ള ഈ തഖ്വയും ഈമാനും, യുവാക്കളെ, മക്കളെ, മുതിർന്നവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, മരിക്കുന്നത് വരെ ഇതേ തഖ്വ നിലനിർത്താൻ, പള്ളിയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പ്രാർത്ഥിക്കുക, ബോധ്യത്തിൽ ജീവിക്കുക, കുടുംബത്തെ ഉപദേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.